പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ മണക്കാട് പഞ്ചായത്തിൽ അരിക്കുഴ പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് അവശനായി തളർച്ചയുടെ വക്കിലെത്തി ജീവനോട് പടവെട്ടി ജീവിക്കുന്ന ഷിബു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ്. ഇതൊരു സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജാണ്. കാരണം ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ വളരെ അധികം ആൾക്കാർ ഇതുപോലെയുള്ളൊരു അവസ്ഥയിലേക്ക് ആയിപ്പോവും. അത് കാരണം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത് എല്ലാ ആൾക്കാരും അറിയേണ്ട ഒരു സംഭവമാണ്. നിസ്സാരമായിട്ട് ഇതാരും കരുതണ്ട. കാരണം ഇത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചേട്ടാ നമസ്കാരം. ഇവിടെ നോക്കിക്കോട്ടെ, സംസാരിക്കാനായിട്ട് പറ്റുമോ? അതല്ലേ, ഇപ്പം എന്താ ബുദ്ധിമുട്ടുള്ളത്? എന്തോ വേദനയുണ്ട്? ശരീര മാസകലം വേദനയാണോ? നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഷിബുചേട്ടൻ്റെ അനിയനല്ലേ? പേരിന് ഷൈജു. എന്താ സംഭവിച്ചത്? സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 27 ചേട്ടൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റാണ്. ആ സമയത്ത് ഒരു 3 മണിക്ക് എഴുന്നേറ്റു. രാവിലെ 3 മണിക്കാണ്. അപ്പോൾ കൈക്കൊരു തളർച്ച പോലെ തോന്നി. അതുകൊണ്ട് പെട്ടെന്ന് സ്ട്രോക്ക് ആയിരിക്കുമെന്ന് ഒരു നിഗമനത്തിൽ കാറ് ചേട്ടൻ തന്നെയാണ് റോഡിലേക്ക് ഇറക്കിയിട്ടത്. എന്നിട്ട് നടന്ന് കാറിൽ കയറി ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റി. കാരണം ചേച്ചിയുടെ കസിൻ വന്ന് വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാണ്. കൊണ്ടുപോകാൻ നേരത്ത് ചേച്ചിയും കസിനും ആണ് കൂടെ പോയത്. അപ്പോൾ അവിടെ തൊഴിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൈക്ക് ഇച്ചിരി തളർച്ച കൂടിയുണ്ട്. അല്ല, ചേച്ചിയുടെ കസിനാണ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അവർക്ക് സർജറി വേണമെന്നാണ് അവരുടെ ഇത്. അപ്പോൾ സർജറി വേറൊരു ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ ചേട്ടൻ നടന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ ആളാണ്. അപ്പോൾ സർജറി വേണമെന്നുള്ള ഒരു രീതി അവർ പറയുക. അപ്പോൾ വേറെ ഒരു ഡോക്ടറുണ്ട്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തൊഴിലുകൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കുകയുണ്ടായി. അപ്പോൾ ഏകദേശം ഒരു 4 മണിയോട് കൂടിയിട്ട് ചേട്ടനെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. അപ്പോൾ വേറൊരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ സർജറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിന്റെ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സർജറി ചെയ്യാത്തത്. അല്ലെങ്കിൽ അവർ പിടിച്ച് സർജറി ചെയ്യുമായിരുന്നു. സർജറി എന്ത് കാര്യത്തിന് ചെയ്യണം അവർ പറഞ്ഞേ? സർജറി ബ്ലഡ് തലച്ചോറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരതിന്റെ CTയും MRI ഒക്കെ എടുക്കുകയൊക്കെ ഉണ്ടായി. അപ്പം വലിയ അതിന് അത്രയും അവർ പറയുന്ന അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ബ്ലഡിന്റെ സർക്കുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സർക്കുലേഷൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സർജറി വേണ്ട എന്ന് വേറൊരു വിദഗ്ധ ഡോക്ടർ കണ്ടത് ആരാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഇല്ല, ഡോക്ടറുടെ പേരൊന്നും അറിയത്തില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ വരുമ്പോൾ ഏകദേശം ഒരു 15 ദിവസം ആയപ്പോഴേക്കും 16 ദിവസം ആയപ്പോഴത്തേക്കുമാണ് ഞാൻ വരുന്നത്. ഞാൻ വന്നിട്ടില്ല. ചേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് നല്ലതെന്ന് മനസ്സിലായി. അതുപോലെ ഞങ്ങൾ 1-2 ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ മാർസിലീവിലേക്ക് ചേട്ടനെ ഇവിടുന്ന് മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ അവരൊരിക്കലും അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഇതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് എന്തായാലും മാറ്റണം എന്ന് പറഞ്ഞ് അവർ ആളെ വിട്ടു. എന്ന് വെച്ചാൽ ആംബുലൻസ് ഇവിടെ വന്ന് ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആംബുലൻസ് ഇവിടെ വന്ന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് കിടക്കേണ്ടി വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഡിസ്ചാർജ് ചെയ്ത് ആളെ തന്നിട്ട് വേണം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇതുണ്ടായത്, അപ്പോൾ അതുകൊണ്ട് ബില്ല് എന്തെങ്കിലും കുറച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അവരൊരു 10,000 രൂപ മാത്രമാണ് കുറച്ച് തന്നത്. അല്ലാത്ത ഡെയിലി ഒരു 50,000 രൂപ വെച്ചിട്ട് ചികിത്സാ ചെലവ് 50-55,000 രൂപ വെച്ച് അവർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം അവർക്ക് സർജറി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ആ പൈസ ഈ രീതിയിൽ അവർ ഈടാക്കിയാണ് ഉണ്ടായത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്കിനാണ് ചികിത്സിക്കാൻ ചെന്നെങ്കിലും അവരൊരു ബാക്ടീരിയ നമ്മുടെ ചേട്ടൻ്റെ ശരീരത്തിലേക്ക് കടത്തി വിട്ടിട്ട് ആ ബാക്ടീരിയക്കാണ് അവർ ചികിത്സിച്ചത്. അപ്പോൾ ആ ബാക്ടീരിയനെ പിന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മാർസിലീവയിലേക്ക് മാറ്റിയിട്ട് അവരും അതിന് വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നത്. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. പക്ഷേ ആൻറ്റിബയോട്ടിക്കിനെ വരെ ഓവർകം ചെയ്ത ഒരു ബാക്ടീരിയയാണിത്. കാരണം ഇത് ബേബി മെമ്മോറിയലിൽ നിന്ന് തന്നിരിക്കുന്ന റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അസിനെറ്റോബാക്ടർ ബൗമാനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഇപ്പോൾ ഇൻഫെക്ഷന് കാരണമായിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണെന്നുള്ള അവർ കൃത്യമായിട്ട് അത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കത് കാര്യം മനസ്സിലായത്. വേറെ ഡോക്ടർമാരെയൊക്കെ കാണിക്കുകയും എന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇത് അവിടുത്തെ ICUവിലെ സാഹചര്യങ്ങളിൽ വളരുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ മെഡിസിൻസിനെയൊക്കെ ഓവർകം ചെയ്തൊരു ബാക്ടീരിയ.
അപ്പോൾ അത് ഹോസ്പിറ്റലിൽ ശരിക്കും നന്നായിട്ട് ശുചീകരിക്കാത്തതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അണുവിമുക്തമാക്കാത്തതിൻ്റെ ഫലമായിട്ട് ICUവിലും അതിനുള്ളിലുള്ള എക്യുപ്മെന്റ്സിലും ഒക്കെ വളരുന്ന ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയാണ് ചേട്ടനെ അഫക്ട് ചെയ്തിരിക്കുന്നത്. 18 ദിവസം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കിടന്ന തൊടുപുഴ 18 ദിവസം എന്തൊക്കെ ട്രീറ്റ്മെന്റ് അവർ ചെയ്തതെന്നൊന്ന് പറയാമോ? ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്, സ്ട്രോങ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് ചേട്ടന്റെ ബോഡിയിലേക്ക് ഇത് ചെയ്തു എന്നാണ് അവർ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. സ്ട്രോക്കിന് ഇത്ര 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000 60,000 രൂപ വെച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ഈ കേരളത്തിലെങ്ങും ഇല്ല. ICUലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. അപ്പൊ അവരത് വെന്റിലേറ്റർ ഇട്ട് വെറുതെ ഇട്ടുകൊണ്ടിരുന്നത് നമുക്ക് ഉറപ്പാണ്. അതിന്റെ കാരണം മാസ് ലെവലിലേക്ക് മാറ്റി അവർ വെന്റിലേറ്റർ ഒറ്റ നൈറ്റിൽ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പിറ്റേ ദിവസം മാറ്റി നോക്കാമെന്ന് പറഞ്ഞു, മാറ്റി നോക്കി കുഴപ്പമില്ല. അപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ടിരുന്നത്. അതിന്റെ പിറ്റേ ദിവസം 2 ദിവസമാണ് ICUയിൽ അവിടെ കിടത്തിയുള്ളൂ. 3-ാം ദിവസം ICUന്ന് മാറ്റുകയുണ്ടായി, റൂമിലേക്ക് മാറ്റി. അപ്പോൾ അത്രയും ചെറിയ ആവശ്യമില്ലാത്തൊരു കേസിലാണ് ഇവിടെ വെന്റിലേറ്റർ ഇട്ടുകൊണ്ടുവരുന്നത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് മാസത്തിലേക്ക് പോകാൻ നിർത്തിയാണ് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നോ? ഇല്ലില്ല, ചേട്ടന് സംസാരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. ചേട്ടന് ആരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. നീര് കാണുന്നുണ്ട്. ആ സമയത്ത് നീരുണ്ടായിരുന്നോ? ഇതുപോലെ നീരുണ്ടായിരുന്നോ? ആ സമയത്ത് കാലിലും കയ്യിലും ഒക്കെ മുഴുവൻ നീര് തന്നെയായിരുന്നു. അങ്ങനെ ഒരു നീരായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ചേട്ടനെ ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. മാർസ്ലീവയെ ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാമോ? ഒക്ടോബർ 15-ാം തീയതി നമ്മൾ മാർസ്ലീവയിലേക്ക് ചേട്ടനെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ICUയിൽ ആകെ 3 ദിവസമാണ്, 2 ദിവസമാണ് കിടന്നുള്ളൂ. 3-ാം ദിവസം ICUയിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. അപ്പോൾ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം ചേട്ടന് ട്രീറ്റ്മെന്റ്, അതായത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോ ഡോക്ടർമാർ അവർ വന്ന് നല്ല കെയറാണ് ചേട്ടന് കൊടുത്തത്. അങ്ങനെ കെയർ കൊടുത്ത് ചേട്ടനെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഡോക്ടർമാര് പറഞ്ഞത് ഒരുപാട് അങ്ങനെ പ്രതീക്ഷയൊന്നും ഇത് വെക്കണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കുക, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, അങ്ങനെ ഒരു അവസ്ഥയാണെന്നാണ് അവർ പറഞ്ഞത്. ഈ വൈറസ് കയറിയതിനെ കുറിച്ച് സംസാരിച്ചോ? അവർ പറഞ്ഞു ഇത് അങ്ങനെ ആ വൈറസ് അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ്, ഹോസ്പിറ്റൽ എൻവയോൺമെന്റിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നതെന്ന് അവരും പറഞ്ഞു. അവിടുത്തെ സാഹചര്യത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അത് ഡെഡ്ലിയാണ്. ഡെഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മരണം ഉണ്ടാക്കാൻ പറ്റുന്ന ബാക്ടീരിയയാണ്. അപ്പോൾ അതിന് ആന്റിബയോട്ടിക് ആണ് മരുന്ന്. പക്ഷെ ആ ആന്റിബയോട്ടിക്കിനെ വരെ അതിജീവിച്ച ഒരു ബാക്ടീരിയ ആയതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞത്. പക്ഷെ അവർ നന്നായിട്ട് കെയർ കൊടുക്കുകയും എല്ലാ ഡോക്ടർമാരും ഒരു 5-6 സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർ ഒരുമിച്ച് പ്രവർത്തിച്ച് വളരെയധികം പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് ചേട്ടൻ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. എത്ര വയസ്സുണ്ട് ഇപ്പം? ചേട്ടന് 52 വയസ്സ്. കലാപരമായിട്ട് ഒത്തിരി കഴിവൊക്കെ ഉള്ള ആളാന്ന് അറിഞ്ഞു. ചേട്ടന് ഡാൻസും അതുപോലെ തന്നെ പാട്ടും ഒക്കെ അങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ അസുഖം അത് വളരെ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി. ചെറിയ തോതിൽ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എത്തിക്കാൻ പറ്റിയത് കൊണ്ട് ഹോസ്പിറ്റലുകാർക്കും ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരുന്നില്ലായിരുന്നു. ഒരാഴ്ച പോലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടാത്ത ഒരു കേസായിരുന്നു. ചേട്ടനെ ഡിസ്ചാർജ് ചെയ്ത് വിടാവുന്നതായിരുന്നു. പക്ഷേ ഈ ബാക്ടീരിയ ഹോസ്പിറ്റലിൽ നിന്ന് അവർ തന്ന ബാക്ടീരിയയുടെ ഒരു ഫലമായിട്ടാണ് ചേട്ടൻ ഇത്രയും ഒരു അവശതയിലേക്ക് പോയത്. എന്താണ് ഇങ്ങനെ ഒരു ഡിക്റ്റ് ന്യൂസ് കേരള ചാനലിലേക്ക് വിളിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് എന്താ ഒരു പ്രയോജനം ഉണ്ടായേ? ഇതുപോലെയുള്ള ഒരു ദുരിതാവസ്ഥ ഇനിയുള്ള ആളുകൾക്കെങ്കിലും ഉണ്ടാകാതിരിക്കണം. അതുപോലെ തന്നെ ആളുകൾ ഇതിനെക്കുറിച്ചൊന്ന് ബോധവാന്മാരാകണം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയി, അതുകൊണ്ടാണ് ആളും മരണപ്പെട്ടത്, അതല്ലെങ്കിൽ അവർ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്നൊക്കെ ഒരു വിശദീകരണമാണ് സാധാരണ ഹോസ്പിറ്റലിൽ നിന്ന് അവര് ഒരു വിശദീകരണം തരും. ഇതുപോലെ തന്നെ അവസ്ഥ വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്നറിയാമോ? നമ്മുടെ ഈ ഇടുക്കി ജില്ലയില് ഈ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വന്ന ആർക്കെങ്കിലും ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? അതിനെ കുറിച്ച് അറിയില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള ന്യൂസ് ഒക്കെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് അത്യാവശ്യമായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ നിങ്ങളെ വന്ന് കാണും. ഡീറ്റെയിൽ ഞങ്ങൾക്ക് അറിയണം. ഈ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജാണ്. മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പോഴത്തെ അവസ്ഥ എന്നാ? ഇപ്പൊ ചേട്ടന് ഒരു 2 പേരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് നടക്കാനും അല്ലെങ്കിൽ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും ഒക്കെ എല്ലാത്തിനും ഒരു 2 പേരെങ്കിലും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. അതാണ് ഇപ്പോഴത്തെ ചേട്ടൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്.
മാശ്രീവ മെഡിസിറ്റി പാലായിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് അവിടെ എത്ര രൂപ മുടക്കായി, എത്ര ദിവസം അവിടെ കിടന്നു മൊത്തത്തില്? അവിടെ ഒരു 12,50,000 രൂപയോളം നമുക്ക് ചെലവായിട്ടുണ്ട്. 47 ദിവസമാണ് അവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് കിടക്കേണ്ടി വന്നത്. ഈ വൈറസ് റിമൂവ് ചെയ്യാൻ ഈ ബാക്ടീരിയയ്ക്ക് ഉള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമാണ് അത്രയും സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. ഹോസ്പിറ്റലിൽ ഇനി എന്ന് ചെല്ലാനാ പറഞ്ഞേക്കുന്നത്? 2 വീക്സിന് ശേഷം ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ ഇപ്പൊ അവിടുന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് എത്ര ദിവസമായി? ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു 11 ദിവസമായി. ആദ്യം സ്ട്രോക്കിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഈ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് ശരിക്കും തുടങ്ങിയോ? സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ലീവിൽ നിന്ന് പോരുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അത് തുടങ്ങിയത്. കാരണം അവിടെ തന്നെയാണ്, അവിടുത്തെ മെഡിസിൻസ് ആണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മെഡിസിൻസും പിന്നെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ചേട്ടന് ചെറിയ ചെറിയ ഇത് ഡെവലപ്മെന്റ് ട്രീറ്റ്മെന്റിൽ വന്നിട്ടുണ്ട്. ചെറിയ തോതിലുള്ള നടക്കാനും അല്ലെങ്കിൽ കൈ അനക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ടോട് കൂടിയിട്ടാണെങ്കിലും ചേട്ടന് ഇപ്പം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആസകരം വേദനയാണല്ലേ? വേദന ഉണ്ട്. കുറവുണ്ട് വേദനയ്ക്ക്? നേരത്തെ ഇങ്ങനെ വേദന ഉണ്ടായിരുന്നോ? വേദന ഇതുവരെ ഉണ്ട്, ശകലം കുറവുണ്ട്. കാരണം ഇത് വളരെ ദയനീയ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പറഞ്ഞു ഇത് മരുന്ന് മാഫിയയുടെ പിടിയിലാണ്, അതായത് ഇത് മരുന്ന് മാഫിയാണ് ഇതിൻ്റെ പുറകിൽ കളിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ അകത്ത് അംബാസഡറായിട്ട് ചലച്ചിത്രകാരൻ മോഹൻലാലാണ് 1 വർഷം തികഞ്ഞന്ന് ഈ ഹോസ്പിറ്റൽ വന്ന് ഇനാഗ്രേഷൻ ചെയ്തത്. സിനിമാ ഫീൽഡിലുള്ള ഒരാൾ വന്ന് ഈ ഹോസ്പിറ്റൽ ഇനാഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും അത് ബിസിനസ് പരമായിട്ട് വളരെ ഡെവലപ്പ് ആകാനും ആൾക്കാരെ കൂടുതൽ ഇൻട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ ആൾക്കാരെ കൂടുതൽ ഇതിലേക്ക് ഹോസ്പിറ്റലിലേക്ക് മാടി പിടിക്കുന്ന ഒരു പ്രവണതയാണ്. മോഹൻലാലിന്റെ ആ ഇനാഗ്രേഷനിലെ ഒരു പ്രസംഗം ഇങ്ങനെ അവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ബേബി മെമ്മോറിയലിന്റെ പ്രത്യേക ആശംസകളാണ് ലാലേട്ടൻ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മോഹൻലാലിനെ പോലുള്ള ഒരു ആളുകൾ വന്ന് സംസാരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക്, നമുക്ക് എന്നും ഇഷ്ടമുള്ള ഒരു നടനാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങൾ എപ്പോഴും വിചാരിക്കുന്നത് ആ ഹോസ്പിറ്റലിന് അതിൻ്റെതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും എന്ന് ആ ഒരു വിശ്വാസ്യതയോട് കൂടിയാണ് ആളുകൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ അവിടെ നിന്ന് കിട്ടുന്നത്, ആളുകൾക്ക് കിട്ടുന്നത് ഇതുപോലുള്ള രോഗങ്ങളും ദുരിതാവസ്ഥകളും മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട ചലച്ചിത്ര താരം മോഹൻലാൽ അറിയുന്നതിന്, കാരണം ഈ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ എത്രമാത്രം ജനങ്ങൾക്ക് അവരുടെ ജീവന സംരക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് 10 പേരോട് നാട്ടിലിറങ്ങി അന്വേഷിച്ചതിന് ശേഷം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെസ്സേജായിട്ട് കൊടുക്കാൻ. ഏതെങ്കിലും ഹോസ്പിറ്റലുകാരെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ പോയി, നിങ്ങൾ ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ പോയി നിങ്ങൾ ബലിയാടാകരുത്. കാരണം ഹോസ്പിറ്റൽ അതിൻ്റെ ഫീഡ്ബാക്ക് അന്വേഷിക്കുക. പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചു എന്ന് പറയാമെന്ന് ചോദിച്ചു, ഏതെങ്കിലും പാർട്ടിപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ പ്രവർത്തനത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സിനിമാ ഫീൽഡിലുള്ള ആരെങ്കിലും പറഞ്ഞ് നിങ്ങളവിടെ ഓടിപ്പോയി നിങ്ങൾ ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ബലിയാടാകാനായിട്ട് ജനങ്ങളെ വിട്ടുകൊടുക്കരുത്. നിങ്ങളിൽ ഒത്തിരി പ്രതീക്ഷയുണ്ട്. നിങ്ങൾ നല്ല സമൂഹത്തിന് നല്ലൊരു മെസ്സേജാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനാണെങ്കിലും ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നല്ല മെസ്സേജ് തന്നെയാണ് ജനങ്ങൾ കൊടുക്കുന്നത്. ബാഡായിട്ടൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എന്ത് കാര്യങ്ങൾ, നമ്മൾ എന്താണ് പറയുന്നത്, അത് ആൾക്കാരത് കണ്ണുടച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസ വഞ്ചന ദൈവത്തെ ഓർത്ത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾ ചെയ്യരുത്. ഡീറ്റെയിൽ തിരക്കുക. ഹോസ്പിറ്റലിൽ എത്രമാത്രം ജനങ്ങൾക്ക് അത് സ്വീകാര്യമാണ് എന്ന് നാട്ടിൽ അന്വേഷിക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരു പ്രതീക്ഷയായിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റല് മരുന്ന് മാഫിയയുടെ പിടിയിലാണോ എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഇതുപോലെ തന്നെ ഈ കേരളത്തിലുള്ള ഹോസ്പിറ്റലും ഇങ്ങനെയൊക്കെ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുകാർ കാണിക്കുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവന് എത്രമാത്രം വിലയുണ്ട്. ഇതുപോലെ കാലിലും കൈക്കും ഒരു മരപ്പായിട്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈറസ് കയറി എന്നുള്ളൊരു ഡിസ്ചാർജ് സമ്മറി ആയിട്ട് 8 ലക്ഷം രൂപ അടച്ചതിന് ശേഷം രോഗത്തിന് യാതൊരു ശമനവും ഇല്ലാതെയാണ് പാല മാർശ്രീവ മെഡിസിറ്റിയിലേക്ക് പോയത്. അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ മനുഷ്യൻ ജീവിക്കുന്നു. ഇളയൊരു മോനും ഒരു മോളുമാണ് ചേട്ടനുള്ളത്. ഭാര്യ ഹൗസ് വൈഫാണ്. അതുകൂടാതെ ഒരു സ്റ്റേഷൻ കട നടത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു വെളുത്തലയിൽ. ഇപ്പോൾ കട അടച്ചിട്ടിരിക്കുകയാണ്. വളരെ ദയനീയമായൊരു അവസ്ഥയാണ്, പറയാൻ വാക്കുകളില്ല. എന്നാലും പറഞ്ഞു പോവുകയാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ നമുക്കതൊരു മനസാക്ഷിക്കുത്തായിട്ട്
എന്നും അനുഭവപ്പെടുന്നത്. കാരണമാണ് 2 മാസം മുമ്പ് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ സജി എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ചിരുന്നു. കാരണം ചേട്ടൻ ഒത്തിരി കലാപരമായിട്ട് ഒത്തിരി കഴിവുകളൊക്കെ ഉണ്ട്, പാടാനും അതുപോലെ മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളും മോണാക്റ്റും ഒത്തിരി സർവ്വകലാവല്ലഭനാന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇങ്ങനൊരു വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. കാരണം നമ്മുടെ ഈ ക്രൈം ന്യൂസും കാര്യങ്ങളും തിരക്കും കാരണമൊക്കെ ആയിരുന്നു അതിൻ്റെ പുറകെ പോയി എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷെ വരാത്തതിൻ്റെ വിഷമം ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അന്ന് വന്ന് ചേട്ടനെ കാണാൻ പറ്റിയില്ലല്ലോ, ഈ ഒരു അവസരമാണല്ലോ എന്ന് ഇവിടെ വന്ന് ചേട്ടനെ കാണേണ്ട വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ ചേട്ടനൊരു പഴയൊരു അവസ്ഥയിലേക്ക് 52 വയസ്സ് എന്ന് പറയുമ്പോൾ ആ പഴയൊരു അവസ്ഥയിലേക്കായിട്ട് ഇതുപോലെ ചുറുചുറുക്കായിട്ട് ഓടി നടക്കാനായിട്ട് നിങ്ങളുടെ എല്ലാ ആൾക്കാരുടെയും പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക ഈ ചേട്ടന് വേണ്ടി, ഈ ഷിബിച്ചേട്ടന് വേണ്ടി. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത് ഇങ്ങനെയൊരു തിക്താനുഭവം ഈ കേരളത്തിലെ ലോകത്താർക്കും ഉണ്ടാകരുത്. അത് കാരണമാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഡിക്റ്റേറ്റ് ന്യൂസ് കേരള സിജിയും സിജുയും.